ഇതെന്ത് ചെറുതാ നോക്കിയേ. ഇതൊക്കെ ആരെങ്കിലും ഇടുവോ? ഈ ഡ്രസ് അല്ല ചെറുത്, നിന്റെ സ്റ്റാറ്റസ് ആണ്. പിന്നെ നിങ്ങൾ പുറത്തെഴുതി വെച്ചിരിക്കുന്ന ബോർഡ് വായിച്ചില്ലേ? ഇത് ലോഞ്ചറി ഷോപ്പാണ് മാഡം, ലെഹങ്ക സ്റ്റോർ അല്ല. അതുകൊണ്ട് ഇത് വാങ്ങുന്നത് അവിടെ നിൽക്കട്ടെ. ഇതിന്റെ ഒരു ലേസ് പോലും വാങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോടൊക്കെ ഇത്ര അഹങ്കാരത്തോടെ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നേ? അഹങ്കാരത്തോടെയോ? മാഡം, ഇത് പൈസയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള മോളാണ്. ഞാൻ ആലോചിക്കായിരുന്നു, നിനക്കും നിന്റെ അമ്മയ്ക്കും ഇവിടെ എൻട്രി തന്നെ ആരാണ് തന്നത്? നീ ഇതിലൊക്കെ തൊട്ടതിന് ശേഷം ഇവിടെയുള്ള എല്ലാ തുണികളും ഇനി ഡിഫക്റ്റീവ് ലോട്ടിലേക്ക് കളഞ്ഞാ മതി. നാറുന്ന ഒരു സഞ്ചിയും സ്മെല്ലടിക്കുന്ന ഒരു ചെരുപ്പും. യോ, നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ഏതെങ്കിലും ജന്മത്തിൽ ഇതൊക്കെ നിനക്ക് വാങ്ങാൻ കഴിയുന്ന? പറയ്. നിന്നെ കണ്ടിട്ട് തോന്നുന്നത് നിന്റെ കയ്യിൽ ചില്ലി കാശ് പോലും കാണില്ല എന്നാണല്ലോ. പറ, നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? ഇങ്ങിതാ, ഞാൻ നോക്കട്ടെ. നിക്ക്, നിന്റെ നിലവാരം ഞാൻ കാണിച്ചു. വിട്, ഞാൻ നോക്കട്ടെ. വിട്. നിക്ക്. സർ, നിങ്ങളോ? വെൽക്കം സർ, ഇറ്റ്സ് പ്ലഷർ ടു ഹാവ് യു ഹിയർ. നിങ്ങൾ എന്താ ഇവരോട് പറഞ്ഞത്? ആക്ച്വലി സർ, ഐ വാസ് ജസ്റ്റ് ഗൈഡിങ് ഹർ. ഇതിനകത്ത് എന്താടി പെണ്ണേ? എന്തു പറ്റി? ബീപ് സൗണ്ട് കേട്ടല്ലോ. എന്താ കൊണ്ടുപോകുന്നത്? ഞാനോ? ഒന്നും കൊണ്ടുപോകുന്നില്ല. ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം. വേഗം ലെഹങ്ക അയക്കേ. നിന്നെ ഒന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം. ഞാൻ ലെഹങ്ക എന്തിനാ അഴിക്കുന്നത്? പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ലെഹങ്ക അയക്കേ. അയക്കാനല്ലേ പറഞ്ഞത്? ഇല്ല. നിങ്ങൾ മര്യാദയ്ക്ക് കോപ്പറേറ്റ് ചെയ്യുന്ന നല്ലത്. അല്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ചെക്കിങ്ങിനെങ്കിൽ പേടിക്കുന്നേ? വാ എന്റെ കൂടെ. അയ്യോ, വിടൂ. Attention, possible security threat here. എല്ലാ ഫീമെയിൽ സെക്യൂരിറ്റീസും എത്തിച്ചേരേണ്ടതാണ്. ഇവിടെ ഒരു അപകട സാധ്യത കാണുന്നുണ്ട്. എന്താ പറ്റിയേ? വല്ല ബോംബ് വേണോ? ഇല്ല ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സത്യം പറയുന്നേ, ഞാൻ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. എക്സ്ക്യൂസ് മീ, മൂവ് പ്ലീസ്. ശിവം, നിങ്ങൾ വന്നത് നന്നായി. ഇവരെന്തൊക്കെ പറയുന്നേ നോക്കിയേ. എന്നോട് ലെഹങ്ക അഴിക്കാനൊക്കെ പറയുന്നു. വാട്ട്? നിങ്ങൾ ഒരു സ്ത്രീയല്ലേ, ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നേ? സർ, എനിക്കിവരുടെ ലെഹങ്ക അഴിച്ചു മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ എന്റെ ജോലി ചെയ്തു മാത്രം. മെറ്റൽ ഡിറ്റക്ടറില് ബീപ്പ് കേട്ടപ്പോഴാണ് ഞാൻ ഇവരോട് ലെഹങ്ക അഴിച്ചു മാറ്റാൻ പറഞ്ഞത്. സാർ ഇവരുടെ ഈ അഭിനയത്തിലൊന്നും വീണു പോരുത്. ഇവൾ ഉറപ്പായും ടെററിസ്റ്റ് തന്നെയാണ്. ഇവളുടെ കൂടെ ഇവളുടെ ഭർത്താവും എയർപോർട്ടിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. എവിടെയാ ഇരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പറയടി, നിന്റെ ഭർത്താവ് എവിടെയാ ഒളിച്ചിരിക്കുന്നത്? ഞാനാ ഇവളുടെ ഭർത്താവ്. ഇനി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഇവളെ ശരിക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പൊ അറിയാം എന്തുകൊണ്ടാ ബീപ്പ് സൗണ്ട് ഉണ്ടായെന്ന്. ഇതാണ് ബീപ്പ് സൗണ്ട് ഉണ്ടാവാൻ കാരണം. ഇനി ചെക്ക് ചെയ്ത് നോക്ക്. ഓൾ ഓക്കേ. കണ്ടല്ലോ, ഇത്രയും വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കായിരുന്നു. നിങ്ങളായിട്ട് ഇവരോട് സോറി പറയുന്നു അതോ ഞാൻ? സോറി മാം, തെറ്റുപറ്റിപ്പോയി. ഗുഡ് മോർണിംഗ് മാം, വെൽക്കം ടു ആരവ് എയർവേസ്. ശിവം എന്നോട് പറഞ്ഞത് സെക്കൻഡ് റോയിലെ വിൻഡോ സീറ്റ് എന്നാ. ഇവിടെ വേറെ ആരും ഇരിക്കുന്നുണ്ടല്ലോ. പോട്ടെ, കുഴപ്പമില്ല. അവരെ വിളിച്ചുണർത്തി നോക്കാം. ചീപ്പ് പെർഫ്യൂം ആണല്ലോ ഇത്. ഈ പ്ലെയിനില് ഇത്രയും വൃത്തിയായിട്ട മണമുള്ള ആരാ വന്നിരിക്കുന്നേ? ഓ മൈ ഗോഡ്, നീ എന്നെ തൊട്ടോ? അയ്യോ, സോറി. നിങ്ങള് ഓക്കെ അല്ലേ? മാം പ്ലീസ്, നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ ക്യാബിനിലേക്ക് വെക്കൂ. പാപ്പ, ഈ കാർട്ടൂൺ മൂവി കണ്ടുനോക്കിയേ. പാപ്പയ്ക്ക് ഇഷ്ടപ്പെടും. നോട്ടെ. സോറി. കണ്ണൂടെ ഇവിടെ ഇങ്ങനെ ഒരാളിരിക്കുന്നത് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? കണ്ടിട്ട് ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറുന്ന പോലെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കണ്ട് അന്തമിട്ടാണ് തോന്നുന്നു. നിങ്ങളുടെ ഒരു ഫ്രണ്ട് എയർപോർട്ട് സെക്യൂരിറ്റിയിൽ ജോലി ചെയ്യുന്നില്ലേ? അയാൾ എങ്ങനെയെങ്കിലും ഫോൺ വിളിച്ച് വരുത്തി ഈ വൃത്തി കെട്ടവൾ ഈ ഫ്ലൈറ്റിൽ നിന്ന് പുറത്താക്കിയ മതിയാവും. ഐ വിൽ. അത് മാത്രമല്ലെന്നേ, ഒരു ഗ്രാഗ്ര ചോളി ഇട്ടേക്കുന്നവള് മൗറീഷ്യസിൽ ചെന്ന് ഇന്ത്യയുടെ മാനം കളയുന്ന ഉറപ്പാ. സമാധാനപ്പെടും മോനെ, വിട്ടേക്ക്. ഇല്ല സർ, 5 മിനിറ്റ് മുൻപ് ഈ പെൺകുട്ടി എന്നെ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ തലയിൽ ബാഗല്ലേ വീണുള്ളൂ. പിന്നീട് ചിലപ്പോ നിങ്ങളുടെ തലയിൽ എന്നെ ഇവള് കയറിയിരുന്നു വരും.
ചേട്ടാ ഇവള് കാരണം എന്റെ മൂഡ് തന്നെ കളഞ്ഞിരിക്കുക. ഒരു വെക്കേഷന് വേണ്ടി പോകാൻ തീരുമാനിച്ചതാ. പക്ഷെ ഈ പെണ്ണ് കേറിയുടെ മുതല് എന്റെ മൂഡ് മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഐ അഗ്രി. ഈ ഫ്ലൈറ്റിന്റെ മൂഡ് തന്നെ മാറ്റി ഏതോ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് പോലെയാ എനിക്കിപ്പോ തോന്നുന്നത്. കറക്റ്റ്. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറാനാണോ വന്നേ? അത് ശരിയല്ലേ? പാവപ്പെട്ടവര് പാവപ്പെട്ടവരുടെ കൂടെ തന്നെയല്ലേ ഇരിക്കേണ്ടത്? പണക്കാരുടെ ഇടയിൽ കേറുമ്പോ തന്നെ ഒരു അഹങ്കാരം വന്നു തുടങ്ങും. എനിക്കാണെങ്കിലേ ഇവളെ ബാത്റൂമിനകത്തിട്ട് അടച്ചു പൂട്ടാനാ തോന്നുന്നത്. ഏയ് ഷട്ട് അപ്പ്. സർ, തെറ്റ് ചെയ്തത് അവരാ. ഇവര് മറ്റുള്ളവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുകയാണ്. എല്ലാവരെയും വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവിടെ. സാർ, എനിക്ക് തോന്നുന്നത് ഇവര് ഫ്ലൈറ്റിലൊക്കെ ആദ്യമായിട്ടാ കേറുന്നെന്നാ. ട്രസ്റ്റ് മീ സർ, ഒരു പൈസ പോലും ഇല്ലാത്ത വിവരമില്ലാത്ത ഇവരെയൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി വിടുക വേണ്ടത്. ഇവരെ പോലെയുള്ളവരൊക്കെ യാത്ര ചെയ്യേണ്ടതേ ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലാ, അല്ലാതെ ഇന്റർനാഷണൽ ഫ്ലൈറ്റിലൊന്നും അല്ല. നിന്റെ ഈ നെയിം പ്ലേറ്റിൽ പേരിനൊപ്പം ആദ്യം കുറച്ച് മര്യാദ കൂടി എഴുതി ചേർക്കുന്നതാ നല്ലത്. ഇനി നീയല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു തവണ സേജൽ മാമിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ ഈ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങ് ഇറക്കി വിടും. അതിനുശേഷം ഉണ്ടല്ലോ, ഞാൻ ചുമത്തുന്ന ചാർജ് കാരണം പിന്നീട് ഒരു ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ വിഡ്ഢികളുടെ വിഡ്ഢിത്തരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു സജൽ മാം. ഈ വൃത്തികെട്ടവളോട് ഈ പൈലറ്റ് ഒക്കെ പോയി എന്തിനാ സോറി പറയുന്നേ? പക്ഷേ നിങ്ങൾക്ക് എന്റെ പേരെങ്ങനെ അറിയാം? ഷാ ഇൻഡസ്ട്രീസിന്റെ ഓണറുടെ ഭാര്യയാണ് നിങ്ങള്. നിങ്ങളെ ആർക്കാണ് മനസ്സിലാവാത്തത് മാം? പൊളിക്കും. ഇനി ഇത് പൊളിക്കും ഞാൻ. ഹലോ ബ്യൂട്ടിഫുൾ ഗേൾ, ഞാൻ തരകൻ, സുമിത് തരകൻ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇതെന്താ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരാളല്ലേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇവിടുന്ന് പറന്നു പോകാൻ പോകുന്നത്. മൗറീഷ്യസിൽ കറങ്ങാനല്ലേ പോകുന്നത്. അപ്പോ നല്ല രസമായിരിക്കും, അടിപൊളിയായിരിക്കും എന്നേ. പിന്നെ ഈ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് കറങ്ങുന്നത് അത്ര നല്ലതല്ല, അത്ര സേഫ് അല്ലല്ലോ. അല്ലല്ല, ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്. ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ വന്നത് ഹണിമൂണിന്. ഓ അത് ശരി. അപ്പോ നിങ്ങൾ ഹണിമൂണിന് വന്നാണല്ലേ. ഒരിക്കലേ ഞാനും പോയിട്ടുണ്ട് ഹണിമൂണിന്. ശരിയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നിങ്ങളുടെ ആദ്യത്തെ ഹണിമൂണാണോ? എന്നുവെച്ചാ? എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണോ ഒരു ചെക്കൻ്റെ കൂടെ എന്നാ ചോദിച്ചത്. യുനോ, ലിപ് ടു ലിപ്സ്. ആദ്യത്തെ കിസിന്റെ ഓർമ്മ തന്നെ വേറൊരു ലെവലല്ലേ. എന്റെ ഹണിമൂണിന്റെ സമയത്ത് തന്നെ ആ ലിപ് ടു ലിപ്സിന്റെ കിസ് പൊളിയായിരുന്നു. അതിനുശേഷം എല്ലാ രാത്രിയിലും ഞാൻ കൃഷ്ണ 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 കൃഷ്ണ. നല്ല രസമായിരിക്കുന്നേ. സൂപ്പർ. എന്താ പറ്റിയത്? വെർജിനാണോ നീ? എന്റെ ദേവി മഹാമായ, എന്റെ ശിവത്തിന് എത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് അയക്കണേ പ്ലീസ്. ശിവൻ പറഞ്ഞിരുന്നത് കാർ എയർപോർട്ടിൽ വരുമെന്നാണല്ലോ. ഇവിടെ ഒരു വണ്ടിയും കാണുന്നില്ലല്ലോ. ഇപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ശിവത്തെ ഒന്ന് വിളിച്ചു നോക്കാം. നെറ്റ്വർക്ക് ഇപ്പോൾ ലഭ്യമല്ല. നെറ്റ്വർക്കും കിട്ടുന്നില്ലല്ലോ. എടാ, ഇന്ന് തന്നെ ഈ ടാക്സിക്കാർക്ക് ഹർത്താൽ വെക്കണമായിരുന്നോ? ഇനിയിപ്പോ നടന്ന ഹോട്ടലിലേക്ക് പോണ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എങ്ങനെ ഹോട്ടലിലേക്ക് പോകും? ശിവത്തിനോട് എങ്ങനെ സംസാരിക്കും? നെറ്റ്വർക്കും ഇല്ലല്ലോ. ഓട്ടോ ചേട്ടാ, ഒന്ന് നിക്ക്. ചേട്ടാ, നിങ്ങൾ ഇവിടെ നിർത്തിയത് നന്നായി. ഒരു വലിയ റിസോർട്ട് ഇല്ലേ ഇവിടെ? എന്നെ ഒന്ന് അങ്ങോട്ടാക്കി തരുമോ? വേണം, ഇങ്ങനെയൊന്നും പറഞ്ഞ എനിക്ക് മനസ്സിലാവത്തില്ല. ഓ, അതിന്റെ പേരെന്തായിരുന്നു? ഗ്രാൻഡ്. ഒരു മിനിറ്റ്. ഗ്രാൻഡ് ഓർമ്മല്ലേ? അവിടെ ആക്കി തരുമോ? അതെ മാഡം, നിങ്ങൾക്ക് ശരിക്കും ഡി ഗ്രാൻഡ് ഓർമ്മയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അതെവിടെ അടുത്ത് എവിടേക്കെങ്കിലും ആണ് പോകേണ്ടത്. സത്യം പറയും. അല്ലല്ല ചേട്ടാ, അങ്ങോട്ട് തന്നെയാ പോകേണ്ടത്. റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. മാഡം, അവിടുത്തെ ഒരു കോഫിയുടെ വില നിങ്ങൾ വന്ന ഫ്ലൈറ്റ് ടിക്കറ്റിനേക്കാളും കൂടുതലാ. അതറിയാമോ മാഡം നിങ്ങൾക്ക്? നിങ്ങൾ എന്നെ അവിടെ നിന്ന് ആക്കി തന്നാ മതി. ശരി, ആക്കി തരാം. ഇരിക്ക്. 5000 രൂപയും കേട്ടോ. 5000 രൂപയോ? എന്റെ അമ്മേ, എന്താ ഇത്രയധികം? മാഡം, സ്ട്രൈക്ക് നടക്കുക. നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, ഈ പൈസക്ക് പറ്റൂ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ പോവാം. വേണ്ട, കുഴപ്പമില്ല. അങ്ങോട്ടൊന്ന് ആക്കി തന്നാ മതി. എന്നാ വേഗം കേറാൻ നോക്ക്. പോലെ
ചേട്ടത്തിന്റെ ഫോൺ എന്താ കിട്ടാത്തത്? നിനക്കെന്താ മനസ്സിലാവുന്നില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത് പണക്കാരുടെ സ്ഥലമാണെന്ന്. ഒന്ന് ഇറങ്ങിപ്പോ. ആ ചേട്ടാ, ഞാൻ സത്യം പറയുന്നത്. ഈ ഹോട്ടലില, ഈ റിസോർട്ടിൽ തന്നെ എന്റെ ബുക്കിംഗ്. നീ പറയുന്നത് മൗറീഷ്യസിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ നീ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണോ? നിനക്കറിയാവോ, ഇത് മൗറീഷ്യസിലെ ഏറ്റവും വില കൂടിയ ഹോട്ടലാ. ഇവിടേക്ക് ആളുകളെ പ്രൈവറ്റ് ജെറ്റിലാ വരുന്നത്. മുകളിൽ ടെറസിൽ ഹെലിപാഡിൽ അവരൊക്കെ വന്ന് ഇറങ്ങുന്നേ. നിന്നെ പോലെ ഇവിടെ ആരും ഓട്ടോറിക്ഷയിലല്ല വരുന്നേ. ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് പോലും സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. ഒരു ബുക്കിംഗ് കാര്യം വന്നിരിക്കുന്നു. നീ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കിയേ. നോക്ക്, ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ ഭർത്താവ് ഈ ഹോട്ടലിൽ തന്നെ എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. നീ പറഞ്ഞാൽ ഉടനെ ഞാൻ കേൾക്കണോ അല്ലേ? നിന്നെ പോലുള്ള പൈസ ഇല്ലാത്തവരെ ഇവിടുന്ന് 2 കിലോമീറ്റർ അകലെയുള്ള ചേരി പോയി കിടന്നോണം. ഇവിടുത്തെ ഈ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തേ ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഞാൻ എങ്ങനെ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? സത്യമായിട്ട് എനിക്കിവിടെ ബുക്കിംഗ് ഉണ്ട്. ശിവവും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. രാവിലെ തന്നെ നീ വല്ല കഞ്ചാവും വലിച്ചേറ്റിട്ടാണോ വന്നിരിക്കുന്നേ? കഞ്ചാവോ? അല്ലല്ല, നിങ്ങൾക്ക് എന്റെ വിശ്വാസം വരുന്നില്ലല്ലേ? അപ്പൊ ഒന്ന് പോയി ബുക്കിംഗ് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. എന്റെ പേര് അതിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങക്ക് വിശ്വാസാവും. നിന്റെ കൂടെ സമയം കളയുന്നത് വെറുതെയാ. നീ ആ റിസപ്ഷനിൽ ചെന്നൊന്ന് നോക്ക്. നിനക്ക് തന്നെ നിന്റെ സ്റ്റാറ്റസ് എന്താന്ന് മനസ്സിലാവും. ഇന്ന് രാവിലെ ഞാൻ ആരെയാണോ കണി കണ്ടത്. ആ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇതേതാ ഈ പിച്ചക്കാരിയുടെ? നിങ്ങൾ നിങ്ങളുടെ ബുക്കിംഗ് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവോ? എന്റെ പേര് അതിലുണ്ടാവും. നിങ്ങളുടെ പേരെന്താ? സേജൽ. സോറി, സെജൽ എന്ന പേരിൽ ഇവിടെ ബുക്കിംഗ് ഒന്നുമില്ല. ഈ ശിവൻ ഷായുടെ വൈഫാണെന്നോ? അതെ, ഞാൻ ശിവൻ ഷായുടെ വൈഫാണ്. നിനക്കറിയോ, ഈ ശിവൻ ഷാ ആരാണെന്നെങ്കിലും അദ്ദേഹം ഒന്ന് വിചാരിച്ചാ ഈ ഹോട്ടലിൽ 100 പ്രാവശ്യമെങ്കിലും വിലക്ക് വാങ്ങാൻ പറ്റും. എന്നിട്ട് നീ ഒരു സ്റ്റാറ്റസ് പോലും തോന്നിക്കാത്ത നീ അദ്ദേഹത്തിന്റെ വൈഫാണെന്നും പറഞ്ഞു നടക്കുന്നോ? നോക്കിയേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ മിസ്സിസ് സേജൽ ശിവം ഷായാണ്. എന്ത് പ്രൂഫാ ഉള്ളത് നിന്റെ കയ്യില്? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കാണിക്കേ. ഒരു സെക്കൻഡ്. ചേടാ, ഇതും എന്നെ ശല്യപ്പെടുത്തിയിട്ട് നോക്കാൻ പറ്റുള്ളോ? പോയി ആ സോഫയിൽ ഇരുന്നെങ്ങാനും നോക്ക്. എന്നിട്ട് അത് കിട്ടുമ്പോ ഇങ്ങോട്ട് വന്നാ മതി. അത് 2 കോടിയുടെ മുതലാ. നിനക്ക് എന്താ കണ്ണ് കണ്ടൂടെ? നിന്റെ മൊത്തം കുടുംബവും ഇവിടെ നിന്ന് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും ഇവിടെ കാണുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അറിഞ്ഞോണ്ട് തട്ടിമറിച്ചിട്ടതല്ല, അറിയാതെ കാല് കൊണ്ടപ്പോ വീണ് പോയതാ. മിണ്ടരുത്. ഇത്രയും വില കൂടിയ സാധനങ്ങളൊന്നും പൊട്ടിച്ചതും പോരാ, എന്നിട്ട് ശിവൻ ഷായുടെ വൈഫാണെന്ന് കൂടെ പറഞ്ഞു നടക്കുന്നു. ഓ മൈ ഗോഡ്, ഈ വൃത്തികെട്ടവൾ ഇവിടെ എത്തിയോ? ഫ്ലൈറ്റിലും അതെ ഇവിടെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ പെർഫ്യൂം ആണെങ്കിൽ, ഓ മൈ ഗോഡ്, എന്ത് വൃത്തികെട്ട പെർഫ്യൂം ആണോ അടിക്കുന്നത്? ഈ ഹോട്ടൽ മുഴുവൻ നന്നായി നാറുന്നുണ്ട്. സമ്മൺ പ്ലീസ്, ആരെങ്കിലും എനിക്കൊരു മാസ്ക് കൊണ്ടു തരാമോ? ഗാർഡ് ആരാണ് ഇവിടെ അകത്തേക്ക് കടത്തി വിട്ടത്? ഇവിടെ ആണെങ്കിൽ ഗസ്റ്റിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ? എക്സാക്ട്ലി. ഇവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവള് കള്ളിയാണെന്ന്. പക്ഷെ നല്ല ബുദ്ധിയാ ഇവൾക്ക്. ഞാൻ പറയുകയാണെങ്കിൽ ഇവളെ ഈ ഹോട്ടലിൽ നിന്ന് പുറത്താക്കണം. ഇറങ്ങി പോകാനൊക്കെ. സെക്യൂരിറ്റി, നോക്ക്, ആർക്കോ അവള് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവിടെ രക്ഷിക്കാൻ ഇപ്പൊ ഏതോ ഹീറോ വരുന്ന അവളുടെ വിചാരം. നമുക്ക് കാണാലോ ഇവിടെ ആരാ ഇപ്പൊ രക്ഷിക്കാൻ വരുന്നതെന്ന്. വേലക്കാരിയുടെ രാജകുമാരൻ പോലും. പ്ലീസ് പെട്ടെന്ന് വാ, എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട് ശിവ. സത്യവാ, ഇവളുടെ ഫ്രോഡ് ഗാങ്ങിന്റെ ലീഡറെ വിളിക്കുവെന്നാ തോന്നുന്നത്. എന്നിട്ട് അവരോട് പറയും, ഹലോ, ഞാൻ ഇവിടെ പെട്ടുപോയിരിക്കുകയാണ്, ഇനി ഒന്ന് രക്ഷിക്കാൻ വരുമോ? പക്ഷെ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ശരിക്കും ഇവിടെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ഈ വേസ്റ്റ് ബിന്നിനെ ഈ ഹോട്ടലിൽ പുറത്തേക്ക് എടുത്ത് എറിയേ. നീ ആർക്കായി മെസ്സേജ് അയക്കുന്നേ? ആ ഫോണിൽ വന്നേ. ഞാൻ എന്റെ ഭർത്താവിനെ അയക്കുമായിരുന്നു. തരാനാണ് പറഞ്ഞത്. ഞാൻ എന്റെ ഫോൺ തരില്ല. ഇങ്ങനെയുള്ളവരോട് ഇതൊക്കെ തന്നെ ചെയ്യണ്ടേ? ഓ വൗ, മാഡത്തിന്റെ ബാഗിൽ ബിക്കിനിയോ? ഓ മൈ ഗോഡ്, ഇത് ഈ വസ്ത്രങ്ങളൊക്കെ എന്റെ ബാഗിൽ എങ്ങനെയാ വന്നത്? അപ്പൊ നീ പറയുന്ന ഈ വസ്ത്രങ്ങളൊക്കെ നിന്റേതാണെന്നാണോ? ഇപ്പൊ മനസ്സിലായില്ലേ എന്ത് ബുക്കിംഗ് ആണെന്ന്? ഏതെങ്കിലും ക്ലയന്റ് ബുക്ക് ചെയ്തതായിരിക്കും. നീ ഏതെങ്കിലും ക്ലയന്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ ലഹങ്ക ധരിച്ചാ നടക്കാറ്. കാരണം സംശയം ഉണ്ടാവാൻ പാടില്ലല്ലോ. അല്ലല്ല, ഞാൻ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. ഞാൻ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാ വരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? എന്നാ നീ തന്നെ പറ, ഈ വസ്ത്രങ്ങളൊക്കെ നിന്റെ ബഹുമാനപ്പെട്ട കുടുംബം തന്നെയാണ് നിനക്ക് അയച്ചു തന്നേന്ന്. ഗൈസ് നോക്കി, എത്ര പെട്ടെന്ന് ഇവളുടെ സംസാരം തന്നെയെന്ന്. എനിക്ക് തോന്നുന്നത് ഇവളൊരു പോക്ക് കേസാണെന്ന്. മിണ്ടി പോവരുത്.
എന്നെ പറ്റിയോ എന്റെ കുടുംബത്തിന്റെ സ്വഭാവത്തിന്റെ പറ്റിയോ എന്തെങ്കിലും വൃത്തികേട് ഇനി പറഞ്ഞ ഞാൻ എല്ലാരോടും അവസാനമായിട്ട് പറയാണ്, ഈ ബാഗ് എന്റെ തന്നെയാണ്. നീ പറയുന്നത് ബാഗ് നിന്റെയാണെന്ന്. അപ്പൊ വസ്ത്രങ്ങൾ നിന്റെതല്ലേ? ഒന്ന് ഇട്ട് കാണിക്കേ. അതെ അതെ, അപ്പൊ ഇതൊന്ന് ഇട്ട് കാണിക്ക്. അഥവാ ഈ വസ്ത്രങ്ങളൊക്കെ നിനക്ക് ഫിറ്റ് ആവുകയാണെങ്കിൽ അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാം നീ ഒരു കള്ളത്തിനും ചെയ്തിട്ടില്ലാന്ന്. അപ്പൊ ഒന്ന് ഇട്ട് കാണിക്കേ. അതെ, അതെ. ആ ഇട്ട് കാണിക്കേ. സാർ, നിങ്ങൾ പോലീസിനെ വിളിക്കുന്ന നല്ലത്. ഈ ഫ്രോഡ് ഒന്ന് ഇവിടുന്ന് ജയിലിലേക്ക് തന്നെ പോട്ടെ. ഹലോ മൗറീഷ്യസ് പോലീസ്, ഞാൻ ഹോട്ടൽ ഗ്രാൻഡ് ഓറിയമിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ഒരു കള്ളം കയറിയിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് വരാം സാർ. വൗ, ഇനി നീ വിദേശത്തെ ജയിലിൽ കിടക്കും. വിദേശത്തെ ജയിലിലിരുന്ന് നീ ഇനി അരിയാട്ടും. ഹണിമൂൺ പാക്കേജ് ഇൻ ജയിൽ, അത് ഫ്രീ ആയിട്ട് തന്നെ. ഇവിടുത്തെ റൂൾസ് എല്ലാം ഉണ്ടല്ലോ ഇന്ത്യക്കാട്ടിലും ഭയങ്കര സ്ട്രിക്റ്റാ. നീ ഒരു തവണ അകത്ത് പോയാലുണ്ടല്ലോ പിന്നെ ഇറങ്ങുന്ന കാര്യം കുറച്ച് കഷ്ടാ. നല്ല കാര്യമല്ലേ? ഈ നാട്ടം വെച്ചവളെ ഈ ഹോട്ടലിൽ നിന്നല്ല മൗറീഷ്യസിൽ പോലും ഒരിടത്തും കറങ്ങാൻ വിടരുത്. ജയിലിൽ തന്നെ അവൾക്ക് പറ്റിയ സ്ഥലം. ഷീ ഡിസേർവ്സ് ഇറ്റ്. ഇട്ട് കാണിക്കാനല്ലേ പറഞ്ഞത്? ഇട്ട് കാണിക്കേ. ഇട്ട് കാണിക്കണം. ഇട്ട് കാണിക്കേ. ഇങ്ങനെ മനുഷ്യ വെക്കുന്നത് മര്യാദയ്ക്ക് ഇട്ട് കാണിക്കണം. നാടകം. എല്ലാരും പറയുന്നുണ്ടല്ലോ കുറെ നേരമായിട്ട്. നാടകം കാണിക്ക്. പിടിക്ക്, security. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ സത്യമാണ് പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. നോക്ക്, റിയൽ ബ്യൂട്ടി. പിടിക്ക്, അവളെ പിടിക്ക്. രസമായിരിക്കും, നല്ല രസമായിരിക്കും. നീ ഓർമ്മയുണ്ടോ നീ ഫ്ലൈറ്റിൽ വെച്ച് നിന്റെ അഹങ്കാരമൂത്ത് എന്റെ ചെകിട്ടത്തടിച്ചത്? ആ അടിയുടെ ചൂടുണ്ടല്ലോ എനിക്ക് ഇപ്പോഴും നല്ലതുപോലെ കിട്ടുന്നുണ്ട്. നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ അടുത്തേക്ക് വാ. ആ കാണുന്ന 2 പെൺകുട്ടികളെക്കാൾ എത്രയോ സുന്ദരിയാണ് നീ. എന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും. നിന്നെ ഒരു രാജ്ഞിയെ പോലെ ഞാൻ നോക്കിക്കോളാം. നീ എന്റേത് മാത്രമാക്, എന്റേത് മാത്രം. ഇവള് ഫ്രോഡാ, ഇവിടെ എടുത്ത് മാറ്റിവിടുന്നത്. എടി പെണ്ണേ, എന്തായി കാണിക്കുന്നത്? എന്നെ വിട്.